ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്. സോ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണാനായി ശ്രമിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് ലൈക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആരും തന്നെ ചെയ്യില്ല. സോ 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു 200 എന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ISL കണ്ട വൺ ഓഫ് ദി മികച്ച പരിശീലകൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫോഴ്സ കൊച്ചി. അതിൻ്റെ പേരെന്ന് പറയുന്നത് ജോർജ് കോസ്റ്റയാണ്. മുൻ മുംബൈ സിറ്റി FC പരിശീലകനാണ്. അദ്ദേഹം മുംബൈ സിറ്റി FC പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെയാണ് മുംബൈ സിറ്റി FC കളിച്ചുകൊണ്ടിരുന്നത്. അതായത് ആ ഒരു സമയത്ത് ഈ ഒരു സിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓണർ അല്ലായിരുന്നു. ആ ഒരു ടീം എന്നൊക്കെ പറയുന്നൊരു ആവറേജ് ടീം മാത്രമായിരുന്നു. സോ അവരെയൊക്കെ വെച്ച് വളരെ മികച്ച രീതിയിൽ പരിശീലിപ്പിച്ചൊരു കോച്ചാണ് ജോർജ് കോസ്റ്റ. സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയാം. ഫോഴ്സ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൃഥ്വിരാജ് ഓണറായ ടീമാണത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാമി പറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. സോ ക്വാമി പോകുമോ എന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ലോക്കാണെന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ പരിശീലകൻ അദ്ദേഹത്തിൻ്റെ കളി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തെ വിട്ടുകളയാനും കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമെന്ന് കണ്ടറിയണം. പിന്നെ ഒരു സെൻറ്റർ ഫോർവേഡ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ സംശയം തന്നെയാണ്. കാരണം ജോഷു സൊട്ടീരി നമ്മൾ സ്റ്റാൻസിൽ കാണുന്നുണ്ട്, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക.